ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ആദ്യം രാവിലെ വാതിലൊക്കെ തുറന്ന് ഗേറ്റൊക്കെ തുറന്ന് പാലിന് പാത്രമൊക്കെ പുറത്ത് വച്ചതിന് ശേഷം ഇന്നത്തെ അടുക്കളപ്പണിയെന്ന് കരുതി അങ്ങനെ ഞാനിതാ പാത്രമൊക്കെ വച്ചതിന് ശേഷം തിരിച്ചു പോവുകയാണ്. പോയിതാ അടുക്കളയിൽ അരിയും അടുപ്പുമായിട്ടൊക്കെ ഇതാ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രത്യേക സ്നേഹാന്വേഷണം. ഞാനിത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനമാവില്ല, എനിക്കും സമാധാനമാവില്ല കേട്ടോ. അങ്ങനെ ഞാനിതാ രാവിലെ തന്നെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കൊച്ചു കലത്തിൽ കൊണ്ട് വെള്ളം വയ്ക്കുന്നത് കുഞ്ഞിനെ മേല് കഴുകാനാണ്. അങ്ങനെ രാവിലെ കുറച്ച് ചിക്കൻ ഇന്നലത്തെ ബാക്കിയുണ്ടായിരുന്നു. അതിന് രാവിലെ ദോശയ്ക്ക് വേണ്ടി കറി വെച്ചതാണ്. അല്ലാതെ ഉച്ചയ്ക്കൊന്നും കഴിക്കാനില്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി മാത്രം. പിന്നെ ഇന്നലെ വാങ്ങിയ മരിച്ചിനിയിൽ ഒരു കഷ്ണം ഉണ്ടായിരുന്നു, അതായത് കപ്പ. അതിനെയും കൂടെ ഒന്ന് അവിക്കാമെന്ന് കരുതി അങ്ങനെ കപ്പപ്പുഴുക്കും മരിച്ചിനിയും മീനുമായിട്ടൊക്കെ ഞാൻ ഇന്നെന്താ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ സപ്പോർട്ട് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കാണണേ. എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണവർ പോലും ഇപ്പം കാണാറില്ല, കുറച്ച് പേര് മാത്രമേ കാണുന്നുള്ളൂ. വീഡിയോ ഞാൻ വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി ഇടാൻ തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും കാണണം. പിന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും കാണുന്നുണ്ട് കേട്ടോ. എൻ്റെ കുറേ കൂട്ടുകാർ നമ്മുടെ ജില്ല വിട്ടുണ്ട്, തിരുവനന്തപുരം ജില്ല വിട്ടുണ്ട്. അവരെല്ലാം കൃത്യമായിട്ട് വീഡിയോ കാണുന്നുണ്ട്. അതെനിക്ക് കമൻറ്റ് ബോക്സിലൂടെ കമൻ്റ് ഇട്ട് മനസ്സിലാക്കണുണ്ട്. അതിലിപ്പോൾ മഹേഷിനെ കാണാറില്ല, എന്ത് പറ്റി, ജോലി തിരക്കാവുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇതാ ഞാൻ മീനെ കരച്ച് വച്ചു കേട്ടോ. അത് ചൂര മീനാണ്, അതുകൊണ്ടാണ് ഞാനിന്ന് വെറുതെ കാണിക്കാഞ്ഞത്. അങ്ങനെ മീനൊക്കെ അടുപ്പിൽ വെച്ചു. പീണൊക്കെ ഏകദേശം വേവാറായപ്പോഴേക്കും കുഞ്ഞൻ ചക്കര എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അവനെ അടുപ്പും തീയുമൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അടുപ്പിൽ തീയൊക്കെ കത്തിക്കുന്നത് അങ്ങനെ കുറേ സമയം നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കും. അങ്ങനെ അവനെ കുറച്ച് സമയം എടുത്തതിന് ശേഷം കൊണ്ട് കൊടുത്തു. പിന്നെ ഇതാ മീനൊക്കെ റെഡിയായി, മീനെല്ലാം കറി വെച്ചു മാറ്റിക്കഴിഞ്ഞു. പിന്നെ ഇതാ ഒന്നുകൂടെ നമ്മളെ ചോറിനെ ഒന്ന് മൊരിക്കാൻ വേണ്ടി എടുത്ത് അടുപ്പിൽ വച്ചു കഴിഞ്ഞു. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളെല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണു. റബ്ബർ പാലെടുക്കലും മരം വെട്ടൊക്കെ നിർത്തി കാണുമല്ലേ. അങ്ങനെ ഞാൻ അതാ ദോശ ചുടാൻ തുടങ്ങി. മുട്ട ദോശയൊക്കെ ചുട്ടു. ദോശ ചുടുമ്പോൾ ഒരു ചെറിയ ചീളുകളൊക്കെ വരണതൊക്കെ ഞാൻ പറക്കി അങ്ങ് കഴിച്ചു കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ആ മുരിഞ്ഞ ചീളൊക്കെ എടുത്ത് കഴിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് അതിനെയൊക്കെ ഇടയ്ക്കെടുത്ത് കഴിക്കാറുണ്ട്. അങ്ങനെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ വീട്ടു വിശേഷങ്ങൾ. പ്രത്യേകിച്ച് പാചകങ്ങളൊന്നുമില്ല, പുതിയ പരീക്ഷണങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. ഉടനെ തുടങ്ങുന്നതായിരിക്കും. പുതിയ പരീക്ഷണങ്ങളിലോട്ടൊക്കെ ഞാൻ ഇറങ്ങും. അതുവരെ എൻ്റെ ഈ വീട്ടു വിശേഷങ്ങൾ കണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. അങ്ങനെ ഞാൻ മീൻ ഫ്രൈ വെച്ചു, രാവിലെ ദോശയും ചിക്കൻ കറിയും കഴിച്ചു. രാവിലത്തെ ഇതാണ് ഇന്നത്തെ കറികൾ, കണ്ടല്ലോ. ഇതൊക്കെയാണ് മരിച്ചിനി, തോരൻ എല്ലാം ഉണ്ട്. വൈകുന്നേരത്തേക്ക് വേണ്ടി ഒരു ഇലയപ്പം ഉണ്ടാക്കി. ഇതൊക്കെ തന്നെ. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ്.